അറിയാത്ത പോലെ. Hi friends, we got ready and going out for lunch. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. I was so thrilled because I'm a pluviophile. I just love rain plus nature. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ചില സമയത്ത് കുറച്ച് annoying ആണ്. മഴ ഇഷ്ടമാണ്, but then he doesn't like to get drenched in rain. അതുകൊണ്ട് മഴയത്ത് പുറത്ത് പോവാ, മഴ എൻജോയ് ചെയ്യുക, അതൊന്നും അവൻ ചെയ്യാറില്ല. ലൈക്ക് കാണാം, ആ ഒരു മൈൻഡാണ്. അങ്ങനെ നമ്മൾ കുറേ കൺഫ്യൂഷനൊക്കെ ശേഷം വി തോട്ട് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഗോ ടു കൈറ്റ്ലി ഫാമിലി റെസ്റ്റോറൻറ്റ്. നമുക്ക് നോക്കാം അവിടുത്തെ മീൽ എങ്ങനെയുണ്ടെന്ന്. അപ്പം ലെറ്റ്സ് സീ ഇഫ് ദ മീൽസ് ആർ ഗുഡ് ആസ് ദേ സേ. വൗ ഗൈസ്, ഒരു വലിയ വാഴയിലയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വന്നിട്ടെന്നല്ല, ഞാൻ ഇത്രയും വലിയ വാഴയിലയിൽ മീൽസ് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അത്രയും വലിയ വാഴയിലയായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഏകദേശം 10 വർഷത്തിന് മേലെയായി. സോ നാച്ചുറലി ഐ എം ഫുൾ വൈറ്റ് റൈസ് മോഡ്. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ റൈസാണ് ഇഷ്ടം, ബോയിൽഡ് റൈസ്, കേരള റൈസാണ് ഇഷ്ടം. സോ ഞങ്ങൾ അങ്ങനെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്ക് വൈറ്റ് റൈസും അവന് നാട്ടിലെ ബോയിൽഡ് റൈസും. ഞങ്ങൾ ആക്ച്വലി കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നാടൻ ചിക്കൻ കറി ചോറിലൊഴിച്ച് കഴിക്കാൻ തോന്നിയിട്ട് പാടില്ല എന്ന്. പക്ഷെ അങ്ങനെ ഞങ്ങൾ തപ്പിപ്പോയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു മീൽസ്? We did really like it guys. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ വിളമ്പിയ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും നാടൻ ടേസ്റ്റ്, നമുക്കൊരു ഹോംലി ഫീൽ കിട്ടി. ഐ മീൻ കുറേ നാളുകൾക്ക് ശേഷം ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ് മടിവാളയിൽ, നമ്മുടെ സഹാര സ്വീറ്റിൻ്റെ അകത്തായിട്ട് കൈരളി ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്.